നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയോ? രാജാക്കാടുള്ള മമ്മിയുടെ സ്വന്തം വീട്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിൽ അടിപൊളിയാണ്, നല്ലൊരു റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല പൂന്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻറ്റി ഭയങ്കര ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഒരുപാട് ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കാണാനുള്ളൊരു വകുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ച് നമുക്ക് ഒരു മിനിറ്റ് പോലും ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയും ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കും. ഒരുപാട് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതേ മമ്മി കണ്ടോ വലിയൊരു പോത്തിൻ്റെ കാലൊക്കെ എടുത്ത് കടിച്ച് തിന്നുന്ന കണ്ടോ? ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ നമ്മളിപ്പോൾ വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. സൂപ്പായി ഇതായി എന്തെങ്കിലുമൊക്കെ കാണുന്നത് മജ്ജ കുത്തി ചാടിക്കുന്നത് കണ്ടോ മമ്മി. അപ്പോൾ ഇങ്ങനത്തെ നല്ല കടുമുട്ടി ബോൺസൊക്കെ പുഴുങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് മജ്ജ തിന്നാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അവിടുത്തെ കുഞ്ഞുവാവയാണ് കേട്ടോ. കുഞ്ഞുവാവ രാവിലെ എണീറ്റ് സ്കൂളിൽ പോകുന്നതാണ്. കുഞ്ഞുവാവയ്ക്ക് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര മടിയായിരുന്നു കേട്ടോ സ്കൂളിൽ പോകാനായിട്ട്. പാവം ഞങ്ങൾ ഒരു ഫേക്ക് പ്രോമിസൊക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. നീ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഞങ്ങളിവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ പറ്റിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ കടന്നു കളഞ്ഞ. പാവം കൊച്ചിനെ അറിയാം കേട്ടോ ഞങ്ങൾ പോകുന്നൊക്കെ. അപ്പോൾ കൊച്ചിൻ്റെ മുഖം അതാണ് ഒരു കൊട്ടയായിട്ടിരിക്കുന്നത് കേട്ടോ. കൊച്ചു പിള്ളേരുടെ ഒരു കാര്യം പറഞ്ഞാൽ രസമാണല്ലേ. അപ്പോൾ ഒരു ടാറ്റ പോലും തരാതെ ആൾ കയറി പോയിട്ടോ. അത്രയ്ക്ക് വിഷമം ഉണ്ടായിരുന്നു പാവം. അപ്പോൾ ഇത് കൂടെയൊക്കെ ഇങ്ങനെ നടക്കാനാണെങ്കിലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഭയങ്കര ഫീലാണ്. ഒരു മോർണിംഗ് വാക്കിന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഈവനിങ്ങും മോർണിംഗും ഒക്കെ വാക്കിന് പോകും. നല്ല രസമുള്ള സ്ഥലമാണ്. ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ ഗ്രാമീണ ഭംഗി അതൊന്നും എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ. എല്ലാ വീട്ടിലും തന്നെ പൂന്തോട്ടമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പഴയ വീടുകൾ കാണാം. ഹൈ റേഞ്ചിൻ്റെ ഒരു ആംബിയൻസ് ഒന്നും പറയണ്ട കേട്ടോ. നീ എവിടെ പോ? അപ്പോൾ നടത്തമൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഈ വാവയുടെ കൂടെ കളിക്കുമായിരുന്നു. അപ്പോൾ ഈ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഇവർക്ക് വണ്ടി കണ്ടു കഴിഞ്ഞാൽ ക്രേസാണ്. അപ്പോൾ അവിടുത്തെ ഇളയ വാവ വണ്ടിയിൽ കയറിയിരിക്കുന്നതാണ്. എന്ത് ചെയ്താലും ഇറങ്ങില്ല കേട്ടോ. നല്ല രസമാണ് അവൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനും അവനും കമ്പനിയായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനും ബ്രിൻഡോയും മമ്മിയും കൂടെ ഒരു ജീപ്പ് റൈഡിന് ഇറങ്ങിയതാണ്. നല്ല അടിപൊളി യാത്രയാണ് കേട്ടോ. നീണ്ട് നിവർന്ന് നല്ല കട്ടറൊന്നുമില്ലാത്ത അടിപൊളി റോഡ്. ചുറ്റും തേയിലത്തോട്ടം, കുരുമുളക് തോട്ടം, ഏലത്തോട്ടം ഇതൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ പഴയ ജീപ്പേൽ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ആ വണ്ടിയിൽ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റുമാണ്. ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. നല്ല രസമാണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിലെ സീറ്റിലാണെങ്കിൽ ഒരു 3-4 പേർക്ക് ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും കൂടെ അടുങ്ങി ഞാനും മമ്മിയും ബ്രിൻഡോയും ഓരോ ഒറ്റ സീറ്റിലിരുന്നാണ് പോകുന്നത്. നല്ല രസമാണ്. നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. ഒരുപാട് എൻജോയ് ചെയ്തു. നല്ല രസം. ഒത്തിരി കാലം കൂടി ഇത്രയും എൻജോയ് ചെയ്തു. ഇപ്പോൾ ഇവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കി. കള്ളപ്പം, കപ്പ, അച്ചാറ്, ചിക്കൻ, ബീഫ്, പിഗ് എല്ലാം ഉണ്ട്. ആഘോഷമാണ്. എല്ലാം ഉണ്ടല്ലേ മീ? വാവേ കഴിച്ചേ. ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കും കേട്ടോ. ഇവിടുത്തെ ആൻറ്റിയും ഇവിടുത്തെ ചേച്ചിയും എല്ലാവരും ഭയങ്കര മാസ്റ്റർ ഷെഫുമാരാണ്. അവരുണ്ടാക്കിയതാണ് ഈ അച്ചപ്പവും ഈ മിക്സറും എല്ലാം അവരുണ്ടാക്കിയതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പൂന്തോട്ടം ഞാൻ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതെന്തോ ഓർക്കിഡ് ചെടിയാണെന്ന് തോന്നുന്നു. അടുത്തത് ഹൈഡ്രാഞ്ചാണ്. എല്ലാ ഹൈഡ്രാഞ്ചിൻ്റെ ഒക്കെ ഒരു വലുപ്പം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു. അത്രയും വലുപ്പമാണ് ഈ പൂക്കൾക്കൊക്കെ. പിന്നെ അതേ എന്തോ ബോൾസും ടൈപ്പ് കുറേ എല്ലാ കളറും ഉണ്ട്. പിന്നെ എന്ത് ചെടി വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ലോണം ഉണ്ടാവും. നമ്മുടെ ഈ നാട്ടിലെ പോലെയല്ല. അവിടുത്തെ ക്ലൈമറ്റ് നല്ലതായിട്ട് നല്ലോണം പൂവുണ്ടാവും. അത് മാത്രമല്ല നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു പൂക്കളെല്ലാം ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. കാരണം നല്ല വളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ സാധാരണ ഒരു വീട് പോലെയല്ല. ഈ വീട്ടിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വീടാണ്. അതിൻ്റെ കൂടി ഈ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ട്. എന്താണേലും എല്ലാം കണ്ടു കേട്ട് പോകാൻ നല്ല രസമാണ്. നല്ലൊരു ആംബിയൻസ് ആണ്. ഭയങ്കര രസമാണ് കേട്ടോ. മമ്മി റോസ്ലാൻഡിയുടെ ചെടിയെല്ലാം പറിച്ചുകൊണ്ട് പോയിട്ടൊക്കെ നടുവോ? അതോ ചുമ്മാ പ്രഹസനാണോ? മകള് വേണമെങ്കിൽ നട്ടോണം. കണ്ടിച്ച് കളഞ്ഞാൽ ചോട്ടീന്ന് കയറുവാണെങ്കിൽ കൈയായിട്ട് വരുമല്ലോ. റോസ്ലാൻഡിയുടെ ഫുഡ് ഉണ്ടാക്കുന്ന ഹോബി കഴിഞ്ഞിട്ട് അടുത്ത ഹോബിയാണ് ചെടി നടുന്നത് അല്ലേ? ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ. റോസ്ലാൻഡിക്ക് ഒത്തിരി ചെടി ഉണ്ടായിരുന്നു. ഇപ്പം ശ്രദ്ധിക്കാതെ പോയതാന്ന് തോന്നുന്നു കുറച്ചൊക്കെ അല്ലേ? റോസ്ലാൻഡി അന്നേരം ഇവിടെ ഇല്ലായിരുന്നല്ലോ. ആന്റി ഇവിടെ ഇല്ലായിരുന്നു.
മകളുടെ അടുത്ത് പോയില്ലേ? ആന്റിയുടെ ചെടി നടലിനെ പറ്റി എന്താ അങ്കിളിന്റെ അഭിപ്രായം? ഒരു കുഴപ്പമില്ലേ? കുറച്ച് ശല്യം കുറഞ്ഞിരിക്കേണ്ടതല്ലേ? അത് റോസയാണോ? ഏത്? ഓ നല്ല രസമുണ്ടല്ലോ. ബഡ അല്ലേ? റോസ എന്ന് പറയുന്നത് നമ്മുടെ വീക്ക്നെസ് ആട്ടോ. ഇതെല്ലാം പള്ള കാരണം അങ്ങനെ ഇതൊക്കെ വേറെയാ. എല്ലാം വെറൈറ്റി ആണെന്നാണ് വിചാരിച്ചത്. ഇതെല്ലാം വെട്ടിക്കളയാനോ കണ്ടിച്ച് കളയും. ഇലച്ചെടികൾ തന്നെ ഇവിടെ ഒരു 100 വെറൈറ്റികളുണ്ട് കേട്ടോ. എല്ലാം മമ്മി കളക്ട് ചെയ്യുന്നുണ്ട്. ദൂരം ചട്ടിയാ അവിടെ ഇരിക്കണേ. എല്ലാത്തിനും കൊണ്ട് ഓരോ നടാം അല്ലേ? ഇതൊക്കെ നല്ലതാണ്. കയറി വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളതാ. അപ്പം മമ്മി എന്താണേലും കുറേ ചെടികൾ കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനും എൻ്റെതായ രീതിയിൽ കുറച്ചെണ്ണമൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഇലച്ചെടികളാണ് ഇഷ്ടം. അപ്പം ഞാൻ കുറച്ച് ഇലച്ചെടികളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ചെടി കൊണ്ട് വച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം കെയർ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചാണ് കളക്ട് ചെയ്തിട്ടുള്ളൂ. കുറച്ച് അധികം കെയറിങ് വേണ്ടാത്ത ഇലച്ചെടികളാണ് ഞാൻ കൂടുതലും എടുത്തത്. അപ്പോൾ ഒരു നഴ്സറി കാണുന്നതിനെക്കാട്ടും കൂടുതൽ ഒരുപാട് കൈൻഡ് ഓഫ് ചെടികൾ അവിടെ ഉണ്ട് കേട്ടോ. വേറെ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മതി. എല്ലാ ടൈപ്പ് ഇലച്ചെടിയും പൂവുള്ളതും പൂവില്ലാത്തതും എല്ലാം കിട്ടും. അപ്പോൾ ഞാനും കുറേ കളക്ട് ചെയ്തിട്ടോ. ഇതൊക്കെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഈ ടൈപ്പ് ചെടിയൊന്നും. എനിക്ക് ഭയങ്കര റെയറായിട്ടുള്ള ചെടികളായിട്ട് തോന്നി. കുറേ എണ്ണം ഞാനും എടുത്തു. അപ്പോൾ അങ്ങനെ എൻ്റെ അമ്മയെ മതി. ചെടികൾ തന്നെ പറിച്ച് നമുക്ക് കളക്ട് ചെയ്ത് തീരുന്നില്ല കേട്ടോ. അത്രയും ചെടികളാണുള്ളത്. ഇനി ഒരു വീഡിയോ പിടിക്കാമെങ്കിൽ ഇപ്പൊ നല്ല ഇതായിരിക്കും. ജോയങ്ങൾക്ക് മൈക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വലിയൊരു കൂടൊക്കെ ആയിട്ട് വന്ന് എല്ലാം നമ്മൾ പാക്ക് ചെയ്യുവാണ്. മണ്ണൊന്നും പറ്റാതെ നമ്മൾ വണ്ടി വെച്ച് കൊണ്ടുപോകാനുള്ളതല്ലേ. അപ്പോൾ എല്ലാം സേഫായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുവാണ്. അപ്പം മമ്മി ഏറെക്കുറെ മമ്മിയുടെ മുഖമൊക്കെ വാടിയായിട്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങാറായല്ലോ, അതുകൊണ്ടായിരിക്കും പാവം മമ്മി. പിന്നെ ഒരു സ്ഥലം നമ്മൾ മിസ്സാക്കി കളഞ്ഞു കേട്ടോ. അപ്പോൾ ഈ വീടിന് താഴെ ഏലത്തോട്ടമാണ്. ഏലത്തോട്ടത്തിനകത്തോടെ പോകുമ്പോഴത്തേക്കും നല്ലൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ വന്നു കഴിഞ്ഞാലും അവിടെ പോകാറുള്ളതാണ്. ഇതാണ് നമ്മളൊക്കെ ഏലക്കായിട്ട് ചായക്കകത്തൊക്കെ ഇട്ട് കുടിക്കുന്നത്. ഇതിനി മൂക്കണം. ഇത് ഉണ്ടായതേ ഉള്ളൂ കേട്ടോ. ഇവിടെ എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നും തെന്നി വീഴാറില്ല കേട്ടോ. ഇന്ന് ഞാൻ തെന്നി വീഴാത്ത എന്നെ ഓർത്തോണ്ടിരിക്കുക. വളരെ സൂക്ഷിക്കണം. നല്ല ഒഴുക്കമാണ്. ഇവിടെ നല്ല തെന്നലാണേ. ഇലയൊക്കെ ചാടിയിട്ടേ അതും കൂടെ ചീഞ്ഞ് ഒരുമാതിരിയായിട്ട് കിടക്കുക. ഈ ഏലക്കാടിനകത്ത് ആരിരുന്ന് കഴിഞ്ഞാലും കാണുകയില്ല കേട്ടോ. അമ്മാതിരി മൂടെ കിടക്കുന്നത്. നല്ല രസമാണ്. നമ്മൾ പോകാൻ പോകുന്നൊരു കുളത്തിൻ്റെ അടുത്തേക്കാണ്. ഇവിടെ എന്ന് വന്നു കഴിഞ്ഞാൽ ഈ കുളത്തിൻ്റെ അടുത്ത് ഞാൻ വരാറുള്ളതാണ്. ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോ അടിപൊളി. ഇഷ്ടം പോലെ ആമ്പൽപ്പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുവാണേ. ആഴമുണ്ടോ ഈ കുളത്തിന്? ചാടി നോക്ക്. അയ്യോ, നീന്താൻ അറിയില്ല അല്ലേ? ഞാൻ ഒരു കൈ നോക്കാം. ഞാനൊക്കെ പഠിക്കണേ. ഇങ്ങനെ പഠിക്കണം എന്നില്ല എനിക്ക്. ഒരു പൂ പറിച്ചു തരുമോ? ഒരു പൂ ചോദിച്ച ഒരു പൂക്കാലം തരുന്നൊക്കെ പറയുന്നേ ഉള്ളൂ കേട്ടോ. ഒരു പൂ പോലും പറിച്ചു തരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോയി പറിച്ചിട്ട് വാ. പോ മനുഷ്യ. ഇനി നീന്താണെന്ന് അറിയത്തില്ല. ഒരു കമ്പിട്ട് ട്രൈ നോക്കാം. ഒരു പൂ പറിച്ചു തരാമെന്ന് ചോദിച്ച ഒരാൾ അതിസാഹസികമായിട്ട് വെള്ളത്തിലിറങ്ങി പറിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും തണ്ടിന് ഇത്ര നീളമുണ്ടല്ലേ ഇതിനൊക്കെ. നല്ല രസമുണ്ട്. ക്യൂട്ടായിട്ട് നല്ല സ്മെല്ലാണ് കേട്ടോ. ആമ്പൽപ്പൂ പണ്ട് എൻ്റെ വീക്ക്നെസ്സാണ്. കണ്ടു കഴിഞ്ഞാൽ പറിക്കാതിരിക്കില്ല. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു വഴി വന്നായിട്ട് ഓർക്കണില്ലല്ലോ. വഴി തെറ്റിപ്പോയോ? അപ്പം നമ്മളിത് എക്സ്പ്ലോറിംഗ് എല്ലാം കഴിഞ്ഞ് തിരികെ പോവാണ്. ഇതേ മമ്മി ഒരു ഓറഞ്ച് തൈ കൂടെ ആൻറ്റിയോട് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സങ്കടത്തോടെ ആണെങ്കിലും നമ്മളെല്ലാവരും അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഓർമ്മകൾ സൂക്ഷിക്കാനായിട്ട് ഒരുപാട് നല്ല ഓർമ്മകളും എല്ലാമായിട്ടാണ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. മമ്മി വീട്ടിൽ നിന്ന് പോകുന്നൊരു വിഷമമൊന്നുമില്ലേ? എന്നെ കരയാത്തെ? ഫുൾ ടൈം ചിരിയാ അതൊക്കെ. കരച്ചിലൊന്നുമില്ല. ഇനിയിപ്പോ ഇത്രയും പ്രായമായ പിന്നെ എന്നാ കരയാ? അന്ന് കരയുമായിരുന്നോ? അന്ന് അങ്ങനെ കരയൊന്നുമില്ല. അലച്ചില് കരഞ്ഞിട്ടില്ല?
വീട്ടിൽ നിന്ന് പോകുമ്പോ എന്ന് പറഞ്ഞാ അമ്മേന്റെ അച്ഛനൊക്കെ ഉള്ളപ്പോ യാത്ര പറഞ്ഞ് പോരും. ഉള്ളിലൊരു വിങ്ങലുണ്ടാകും. ഇപ്പൊ കണ്ടു നിറഞ്ഞ് താഴെ ചാടും തുടച്ചോളാം. ചുമ്മാ